നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുക റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിളിലെ ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ വായിക്കാം. എ ഡെൻസ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ പ്രഷേഴ്സ് ഓഫ് 4 ബാർ ആൻഡ് 16 ബാർ. അതായത് റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിളിലെ 4 ബാർ 16 ബാർ, ഹൈ പ്രഷർ 16 ബാർ, ലോ പ്രഷർ എന്ന് പറയുന്നത് 4 ബാറാണ്. ദ എയർ ടെമ്പറേച്ചർ ആഫ്റ്റർ ഹീറ്റ് റിജക്ഷൻ ടു സറൗണ്ടിങ്സ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിളിലെ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 to 3 ആണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ അതാണ് 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ 37 എന്ന് പറയുന്നത് 0.3 ടെമ്പറേച്ചറാണ്. ആൻഡ് എയർ ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ് ഓഫ് റെഫ്രിജറേറ്റർ ഈസ് 7 ഡിഗ്രി സെൽഷ്യസ്. ഈ റെഫ്രിജറേറ്ററിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്? ടർബീനും കഴിഞ്ഞ് ഹീറ്റ് അബ്സോർബ് ചെയ്തതിനു ശേഷം 1 എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെയാണ് ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള പോയിൻ്റ്. അതുകൊണ്ട് 0.1 ടെമ്പറേച്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത് 7 ഡിഗ്രി സെൽഷ്യസ്. ദ ഐസെൻട്രോപിക് എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻ ആൻഡ് കംപ്രസർ ആർ 0.85 ആൻഡ് 0.8 റെസ്പെക്റ്റീവ്ലി. ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നു മീൻസ് ഈ ഒരു ബ്രൈറ്റൺ സൈക്കിൾ, റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിളിലെ 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സും 3 to 4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ്സും ഐഡിയൽ അല്ല എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. കാരണം എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഐഡിയൽ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ഐസെൻട്രോപ്പിക് ആണ്, എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ആക്ച്വൽ എന്ന് പറയുമ്പോൾ അത് 1 to 2 ഐസെൻട്രോപ്പിക് അല്ല, ഇതൊരു വ്യത്യാസമുണ്ട്. അത് അഡയബാറ്റിക് പ്രോസസ്സായി മാറും. ഓക്കെ. അതുപോലെ തന്നെ 3 to 4 എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയലി ഐസെൻട്രോപ്പിക് ആണ്, പക്ഷെ ആക്ച്വലി വരുമ്പോൾ അഡയബാറ്റിക് ആയി പോകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ രണ്ടിൻ്റെയും എഫിഷ്യൻസി 0.85ഉം 0.8ഉമായിട്ട് കാണിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് കംപ്രസർ വർക്ക്, ടർബൈൻ വർക്ക്, COP ആൻഡ് പവർ പെർ TR. ഗാമ ഈക്വൽ ടു 1.4 നമുക്ക് തന്നു. CP ഈക്വൽ ടു 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നു. ഇതാണ് നമ്മുടെ PV ഡയഗ്രവും TS ഡയഗ്രവും. ഇതിൽ 1, 2, 3, 4 എന്ന് പറയുന്നതാണ് നമ്മുടെ PV ഡയഗ്രം. അത് ഐഡിയൽ ആയിട്ടുള്ള PV ഡയഗ്രമാണ്. അതുപോലെ തന്നെ ആക്ച്വൽ എന്ന് പറയുമ്പോൾ 1, 2', 3, 4' എന്ന് പറയുന്നതാണ് ആക്ച്വലിയുള്ള PV ഡയഗ്രം. അതേപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിലും 1, 2, 3, 4 എന്ന് പറയുന്നത് ഐഡിയൽ ഡയഗ്രവും 1, 2', 3, 4' എന്ന് പറയുന്നത് ആക്ച്വലാണ്. 1 to 2 ഐഡിയൽ പ്രോസസ്സും 1 to 2' ആക്ച്വൽ പ്രോസസ്സുമാണ്. അതുപോലെ തന്നെ 3 to 4 ഐഡിയലും 3 to 4' ആക്ച്വൽ പ്രോസസ്സുമാണ്. ഇനി നമുക്ക് ഇവിടെ ഹൈ പ്രഷറും ലോ പ്രഷറും തന്നിട്ടുണ്ട്. 16 ബാറും അതുപോലെ തന്നെ 4 ബാറും. ടെമ്പറേച്ചർ നമുക്ക് 0.3 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 0.1 ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗിവൺ ഡാറ്റ പോവുകയാണെങ്കിൽ T1 നമുക്ക് തന്നു, T3 നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. P2ഉം P3 ഈക്വൽ ടു 16 ബാറാണ്. P1, P4 ഈക്വൽ ടു 4 ബാറാണ്. CP 1.005, ഗാമ 1.4. എഫിഷ്യൻസി, ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ηT ഈക്വൽ ടു 0.85. അതുപോലെ തന്നെ ഐസോട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ 0.8. ഇനി ഇവിടെ നമുക്ക് ഡിറ്റർമൈൻ കംപ്രസർ വർക്ക്, ടർബൈൻ വർക്ക്, COP ആൻഡ് പവർ പെർ TR എന്ന് പറഞ്ഞാൽ എല്ലാം പെർ TRൽ ഉള്ള വാല്യൂസ് വേണം നമുക്ക് കിട്ടാൻ. എന്ന് പറഞ്ഞാൽ ഈ എൻ്റയർ സിസ്റ്റം, ഈ റെഫ്രിജറേഷൻ സിസ്റ്റം റൺ ചെയ്യുന്നത് 1 TRൽ ആണ് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കണം. കാരണം കംപ്രസർ വർക്ക് വേണ്ടത് പെർ TRലാണ്, ടർബൈൻ വർക്ക് വേണ്ടത് പെർ TRലാണ്, അതുപോലെ പവർ, COP ഇതെല്ലാം പെർ TR എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 1 TRലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ QL, അതാണല്ലോ ഹീറ്റ് അബ്സോർബ്ഡ്, ഈക്വൽ ടു 1 TR, 210 കിലോ ജൂൾ പെർ മിനിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കംപ്രസർ വർക്ക്, ടർബൈൻ വർക്ക്, COP, പവർ റിക്വയർഡ്. നമുക്ക് ആദ്യം ഇക്വേഷൻസ് നോക്കാം. ഇക്വേഷൻസിൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്,
അതെന്ന് പറയുന്നത് T4 ഡിവൈഡ് ബൈ T3 മൈനസ് T4 ആണ്. അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ് 1 to 2 നമുക്കിങ്ങനെ എഴുതാം. ഇത് ഐസെൻട്രോപ്പിക്കിൽ മാത്രമേ നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കൂ. T2 ബൈ T1 ഈസിക്കൽ ടു P2 ബൈ P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. അതുപോലെ തന്നെ T1 ബൈ T2 ഈസിക്കൽ ടു P1 ബൈ P2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ 3 to 4 നമുക്കിങ്ങനെ എഴുതാം. T3 by T4 is equal to P3 by P4 the whole raised to gamma minus 1 by gamma, or T4 by T3 is equal to P4 by P3 the whole raised to gamma minus 1 by gamma. ഇനി നമുക്ക് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അതിൻ്റെ ഇക്വേഷൻ അറിയാം. QL is equal to MA CP into T1 മൈനസ് T4 ഡാഷ്. കാരണം നമ്മൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ആക്ച്വൽ പ്രോസസ് 1 2 ഡാഷ് 3 4 ഡാഷ്. അപ്പോൾ 4 ഡാഷ് ടു 1 എന്ന് പറയുന്നതാണ് ആക്ച്വലി ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ്. അതുകൊണ്ടാണ് നമ്മൾ MCP ഇൻറ്റു T1 മൈനസ് T4 ഡാഷ് എന്ന് എഴുതാൻ കാരണം. ഓക്കെ, ഇനി കംപ്രസർ വർക്ക് MCP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1. T2 ഡാഷ് പറയാൻ കാരണം അതാണ് ആക്ച്വൽ പ്രോസസ്സ്, അതുകൊണ്ടാണ് T2 ഡാഷ് ഇട്ടത്. ഇനി ടർബൈൻ വർക്ക് MCP ഇൻറ്റു T3 മൈനസ് T4 ഡാഷ്. 3 to 4 ഡാഷ് ആണ് ആക്ച്വൽ പ്രോസസ്സ്. നെറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു കംപ്രസർ വർക്ക് മൈനസ് ടർബൈൻ വർക്ക്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എഫിഷ്യൻസി, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ആൻഡ് ടർബൈൻ. നമുക്ക് നോക്കാം. ആദ്യം കംപ്രസർ എടുക്കാം. 1 to 2 ഇതാണ് കംപ്രഷൻ പ്രോസസ്സ്. ഇതിൽ 1 to 2 എന്ന് പറയുന്നത് ചെറുതും 1 to 2 ഡാഷ് വലുതുമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. T2 ബൈ T1 ഡിവൈഡ് ബൈ T2 ഡാഷ് മൈനസ് T1. കാരണം T2 മൈനസ് T1 ആണ് ചെറുത്, T2 ഡാഷ് മൈനസ് T1 വലുതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇങ്ങനെ എഴുതി. T2 മൈനസ് T1 ഡിവൈഡ് ബൈ T2 ഡാഷ് മൈനസ് T1. ചുരുക്കി പറഞ്ഞാൽ കംപ്രസറിൻ്റെ കേസിൽ ഐഡിയൽ പ്രോസസ് അല്ലെങ്കിൽ ഐഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഐഡിയൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. ആ പ്രോസസ്സിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഐഡിയലും ആക്ച്വലും. അപ്പോൾ ഐഡിയൽ ഡിവൈഡ് ബൈ ആക്ച്വൽ എന്ന് പറയാം. ഇനി നമ്മൾ അടുത്തത് ടർബൈൻ എടുക്കുന്നു. ടർബൈൻ്റെ കേസ് നേരെ റിവേഴ്സാണ്. കംപ്രസറിൽ എന്ത് പറഞ്ഞോ അതിൻ്റെ നേരെ റിവേഴ്സാണ് എന്ന് ഓർക്കുക. അവിടെ ചെറുത് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോസസ്സാണ്. T3 മൈനസ് T4 ഡാഷ് ആണ് ചെറുത്, T3 മൈനസ് T4 ആണ് വലുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്രസറിൻ്റെ കേസിൽ ഇങ്ങനെ എഴുതും. T3 മൈനസ് T4 ഡാഷ് ആക്ച്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ T3 മൈനസ് T4 ഐഡിയൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ കംപ്രസറിൻ്റെ കേസിൽ ഐഡിയൽ ബൈ ആക്ച്വൽ, ടർബൈൻ്റെ കേസിൽ ആക്ച്വൽ ബൈ ഐഡിയൽ. അപ്പോൾ കംപ്രസർ എന്ത് പറയുന്നു അതിന് നേരെ റിവേഴ്സ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ T2 T2 ഡാഷും. T2 എന്ന് പറയുമ്പം കംപ്രസറിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ ഐഡിയൽ കേസിലും, T2 ഡാഷ് ആക്ച്വൽ കേസിൽ. അതുപോലെ T4 എന്ന് പറയുന്നത് ടർബൈൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ ഐഡിയൽ കേസിൽ, T4 ഡാഷ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വൽ കേസിൽ. ഇനി ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ηC ഈസ് ഈക്വൽ ടു ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ആക്ച്വൽ. അപ്പോൾ ഐസെൻട്രോപ്പിക് ഡിവൈഡ് ബൈ ആക്ച്വൽ അല്ലെങ്കിൽ ഐഡിയൽ ബൈ ആക്ച്വൽ. അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ηT ഈസ് ഈക്വൽ ടു ആക്ച്വൽ ബൈ ഐസെൻട്രോപ്പിക്. ഓക്കെ, ആക്ച്വൽ ഡിവൈഡ് ബൈ ഐസെൻട്രോപ്പിക്. അതായത് കംപ്രസറിന് നേരെ റിവേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ് 1 to 2 എടുക്കുന്നു. ഈ 1 to 2 T2 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. നമുക്ക് P2 അറിയാം, P1 അറിയാം, T1 അറിയാം. അൺനോൺ ആയിട്ടുള്ളത് T2 മാത്രം. ഔത്തിൽ നിന്ന് T2 ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ηC ഈസ് ഈക്വൽ ടു T2 ഡാഷ് മൈനസ് T1
ഡിവൈഡ് ബൈ T2 മൈനസ് T1 ഡിവൈഡ് ബൈ T2 ഡാഷ് മൈനസ് T1. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ആകെ T2 ഡാഷ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഔത്തിൽ നിന്ന് T2 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ്സ് എടുക്കുന്നു. ഫോർ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് 3 to 4, T4 ഡിവൈഡ് ബൈ T3 ഈസ് ഈക്വൽ ടു P4 by P3 the whole raised to gamma minus 1 ഡിവൈഡ് ബൈ ഗാമ. P4ഉം P3 അറിയാം, T3 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഔത്തിൽ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് T4 മാത്രമാണ്. ആ T4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു 208.6 കെൽവിൻ. ഇനി നമുക്കറിയാം ടർബൈൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ T3 മൈനസ് T4 ഡാഷ് ഡിവൈഡ് ബൈ T3 മൈനസ് T4. ഇവിടെ നമുക്ക് ആകെ അൺനോൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ T4 ഡാഷ് മാത്രം. അപ്പോൾ ബാക്കി എല്ലാം അറിയാം, ടർബൈൻ്റെ എഫിഷ്യൻസി അറിയാം, ഔത്തിൽ നിന്ന് T4 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ടർബൈൻ്റെ ആയാലും കംപ്രസറിൻ്റെ ആയാലും ആ എഫിഷ്യൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ എക്സിറ്റ് ടെമ്പറേച്ചറുകൾ, അതായത് T2 ഡാഷും T4 ഡാഷും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ എഫിഷ്യൻസി തന്നില്ല എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമുക്കറിയാം QL ഈസ് ഈക്വൽ ടു MACP ഇൻറ്റു T1 മൈനസ് T4 ഡാഷ്. കാരണം നമ്മൾ ആക്ച്വൽ പ്രോസസ്സാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് QL നമുക്കറിയാം, MA അറിയത്തില്ല, CP വാല്യൂ തന്നിട്ടുണ്ട്, T1ഉം T4 ഡാഷും നമുക്ക് കിട്ടി. ഔത്തിൽ നിന്ന് നമുക്ക് MA വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി കംപ്രസർ വർക്ക് പെർ TR അത് നമുക്ക് കാണണം. കംപ്രസറിൻ്റെ വർക്ക് നമുക്കറിയാം, MA ഇൻറ്റു CP ഇൻറ്റു കംപ്രഷൻ പ്രോസസ്സ് ഏതാ, ആക്ച്വലി 2 ഡാഷ് തൊട്ട് 1 to 2 ഡാഷ് ആണ്. സോ MACP T2 ഡാഷ് മൈനസ് T1. T2 ഡാഷും T1ഉം CPയും MA എല്ലാം നമുക്കറിയാം. സോ 635.6 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു കംപ്രസർ വർക്കായിട്ട്. അപ്പോൾ ഈ കംപ്രസർ വർക്കും ഈ മാസും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് T2 ഡാഷും T4 ഡാഷും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിന് എഫിഷ്യൻസി ആവശ്യമാണ്. അടുത്ത് ടർബൈൻ വർക്ക് പെർ TR. ടർബൈൻ വർക്ക് പെർ TR ഈസ് ഈക്വൽ ടു MACP T3 മൈനസ് T4 ഡാഷ്. നമുക്കറിയാം ടർബൈനിലെ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 3 to 4 ഡാഷ് ആണ്. ഇപ്പോൾ MACP T3 മൈനസ് T4 ഡാഷ്. അതിൽ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. അങ്ങനെ ടർബൈൻ വർക്ക് നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ലാസ്റ്റ് COP എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കംപ്രസറിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കുന്നു, ടർബൈനിൽ നിന്ന് വർക്ക് കിട്ടുന്നു. സോ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ വർക്ക് മൈനസ് ടർബൈൻ വർക്ക്. കംപ്രസറിൻ്റെ വർക്കും ടർബൈൻ്റെ വർക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഔത്തിൽ നിന്ന് നമുക്ക് നെറ്റ് വർക്ക് കിട്ടി. ഇനി COP കാൽക്കുലേറ്റ് ചെയ്യാൻ ഹീറ്റ് അബ്സോർബ്ഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 1 TR ആണ്, അതുകൊണ്ട് 210 ഡിവൈഡ് ബൈ 313.3. ഔത്തിൽ നമുക്ക് എന്ത് കിട്ടി, COP ഈസ് ഈക്വൽ ടു 0.67. COP വാല്യൂ എന്ന് പറയുന്നത് 0.67 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി പവർ പെർ TR നമുക്കറിയാം, നെറ്റ് വർക്ക് നമുക്ക് കിട്ടി എത്രയാണ്, 313.3 കിലോ ജൂൾ പെർ മിനിറ്റ്. അപ്പം നമുക്കതിലെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 60 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, കിലോ ജൂൾ പെർ സെക്കൻഡ് ആകും. അത് കിലോ വാട്ടാണ്. സോ ഔത്തിൽ നിന്ന് നമുക്ക് പവർ പെർ TR 5.22 കിലോ വാട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പെർ TR ആണ്. കാരണം നമ്മളിവിടെ 1 TR ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പവർ പെർ TR കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വർക്ക് ആണ് പവർ തന്നെ. ആ വർക്കിനെ നമ്മൾ കിലോ ജൂൾ പെർ മിനിറ്റ് ആണെങ്കിൽ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക്, മിനിറ്റ് സെക്കൻഡ് ആക്കാൻ നമുക്ക് 60. അതുകൊണ്ടാണ് ഇവിടെ 60 നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തു. അതിനാണ് 60 ചെയ്തത്. അങ്ങനെ അത് കിലോ വാട്ടിലേക്ക് നമ്മൾ മാറ്റി. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ 5.22 കിലോ വാട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് റെഫ്രിജറേഷൻ, അതിൽ നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് പഠിക്കുക. അടുത്ത മോഡ്യൂളിൽ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിക്കും. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത മോഡ്യൂൾ 3 നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പരിചയപ്പെടും. അപ്പോൾ ഇനിമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാം. താങ്ക് യു.